ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, 1 കൊരിന്തോസ് 12-ാം അധ്യായം 27-ാം തിരുവചനം ഇങ്ങനെ കാണുന്നു: നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ഞങ്ങൾ ഓരോരുത്തരും ശരീരത്തിൻ്റെ അവയവങ്ങളുമാണ്. ദൈവസഭയിൽ ഒന്നാമതായി അപ്പോസ്തലന്മാരെയും, രണ്ടാമതായി പ്രവാചകന്മാരെയും, മൂന്നാമതായി പ്രബോധകരെയും, അത്ഭുത പ്രവർത്തകരെയും, രോഗശാന്തി നൽകുന്നവരെയും, സഹായകരെയും, ഭരണകർത്താക്കളെയും, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരെയും അവിടുന്ന് നിയമിച്ചു. എന്നാൽ എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രബോധകരോ, എല്ലാവരും പ്രവാചകരോ, എല്ലാവരും സഹായകരോ, എല്ലാവരും അത്ഭുത പ്രവർത്തകരോ, രോഗശാന്തി നൽകുന്നവരോ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നവരോ. എന്നാൽ നിങ്ങൾ ഉത്കൃഷ്ടമായ ധ്യാനത്തിനു വേണ്ടി തീവ്രമായി അഭിലഷിക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് നല്ല മാർഗം, അല്ലെങ്കിൽ ഉചിതമായ മാർഗം കാണിച്ചു തരാം. സഭയിൽ വിവിധ ശുശ്രൂഷകളെക്കുറിച്ച് പറയുകയാണ്. ഇതെല്ലാം സഭയെ പടുത്തുയർത്താൻ വേണ്ടി, പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ദൈവം ആരെ ഏത് കാര്യത്തിലൂടെ നിയോഗിക്കുന്നുവോ അവർ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, സ്വയം വെടിഞ്ഞ് ദൈവത്തിനു വേണ്ടി സമർപ്പിക്കണം. അവിടെയാണ് കൃപ സമർത്ഥമായി ഒഴുകുന്നത്, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത്. എല്ലാവരും ഈശോയെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ആനന്ദത്തോടെ ജീവിക്കുകയും ചെയ്യുക. ദൈവം എനിക്ക് തന്നിരിക്കുന്ന വരം അത് നഷ്ടപ്പെടാതെ മൺപാത്രത്തിലെ നിധി എന്നതുപോലെ എന്നെ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ വരങ്ങൾ, അല്ലെങ്കിൽ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തയോടെ, അതുപോലെ തന്നെ വിശുദ്ധിയോടെ മുന്നോട്ട് പോകണ കൃപയ്ക്കായി നമുക്ക് ദാഹിക്കാം. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അതിനെ പൂർണ്ണതയിൽ ചെയ്യുവാൻ, വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വിശുദ്ധർ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുമ്പോൾ സകലതും വിശദീകരിക്കപ്പെടും. കർത്താവേ, ഞങ്ങളെയും നീ വിശദീകരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.